بسم الله الرحمن الرحيم. قل جاء الحق وما يبدئ الباطل وما يعيد. قل إن ضللت فإنما أضل على نفسي وإن اهتديت فبما يوحي إلي ربي إنه سميع قريب. ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وقالوا آمنا به وأنى لهم التناوش من مكان بعيد. وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد. وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1493 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്തുൽ സബഇൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 3-ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരമ്പം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാതിലു വമാ യുഈദ്. ഖുൽ ഇൻ ളലൽതു ഫഇന്നമാ അളില്ലു അലാ നഫ്സി وإن اهتديت فبما يوحي إلي ربي إنه سميع قريب. ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وقالوا آمنا به وأنى لهم التناوش من مكان بعيد وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد. وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب. صدق الله العلي العظيم. സൂറത്ത് സബയിലെ അവസാനത്തെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. സൂറത്ത് സബയിന്റെ പഠനം പൂർത്തിയാക്കിയതിനെ തുടർന്ന് സൂറത്ത് പഠിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പകുതിയിലേറെ ചോദ്യങ്ങൾ നമ്മൾ ഇതിനകം പരിഗണിക്കുകയുണ്ടായി. വിശദമായിട്ട് അത് സംബന്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ടായി. ബാക്കി ചോദ്യങ്ങളാണ് നമ്മളിപ്പോ പരിഗണിക്കുന്നത്. സാധിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് പൂർത്തീകരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി 1-2 ചോദ്യങ്ങൾ അവശേഷിക്കുകയാണെങ്കിൽ അത് തുടർന്നുള്ള സെഷനുകളിൽ സമയം കണ്ടെത്തിക്കൊണ്ട് അതിന് പ്രതികരണം നൽകാമെന്നുമാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ കുട്ടികളുടെ പട്ടിണി അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ വിഭവശൂന്യമായ അവസ്ഥയെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു എന്തുകൊണ്ട് അവർക്ക് പ്രത്യേകമായി ഭക്ഷണം പഴയകാലത്ത് മറിയം റളിയല്ലാഹു അൻഹാക്കൊക്കെ ഇറക്കി കൊടുത്ത പോലെ കൊടുക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്ന ഒരു ചോദ്യം. അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധമായ ചില വിഷയങ്ങളോട് പ്രതികരിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം ഇതാണ്. വിശുദ്ധ ഖുർആനില് സൂറത്തുൽ ബുറൂജ് എന്നൊരു അധ്യായമുണ്ട്.
അതിലെ 85-ാമത്തെ സൂറത്താണത്. അതിലെ 16-ാമത്തെ ഒരായത്ത് വായിച്ചു നോക്കുക. അതിൽ പറയുന്നത് ഫഅാലുൻ ലിമാ യുരീദ് എന്നാണ്. അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. ആരാണ് അള്ളാഹു? അവൻ ഫഅാലുൻ ലിമാ യുരീദ് എന്നാണ്. അവൻ ഉദ്ദേശിച്ചത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നവനാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ ചോദിച്ചതോ അതേപടി നടപ്പിലാക്കാൻ വേണ്ടി ഇരിക്കുന്നവനല്ല അള്ളാഹു. അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചതോ ആരെങ്കിലും ആവശ്യപ്പെട്ടതോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതോ അതേപടി നടപ്പിലാക്കുക എന്നതല്ല അള്ളാഹുവിന്റെ പദ്ധതി. അവന് കൃത്യമായിട്ട് ചില ഉദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ചാണ് അവൻ കാര്യങ്ങൾ നടപ്പിലാക്കുക. അതുകൊണ്ട് ഫഅാലുൻ ലിമാ യുരീദ് എന്നാണ്. ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ അങ്ങനെ ഒരു തെളിവ് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തെളിവിന് വേണ്ടി വാശി പിടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ ആവശ്യമായ ധാരാളം തെളിവുകള്, ആയാത്തുകള് ഈ പ്രപഞ്ച സംവിധാനത്തിനകത്തായി അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിലൂടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതേ വഴിയുള്ളൂ. അള്ളാഹു എന്നൊരുവനുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇന്നത് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ ഇന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കട്ടെ എന്നതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളതെങ്കിൽ അള്ളാഹ്ക്ക് അതല്ല പണി എന്ന് അള്ളാഹ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫഅാലുൻ ലിമാ യുരീദ്. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അവൻ ചെയ്യുക. അതാണ് അവന്റെ പോളിസി. പക്ഷെ ഇവർക്ക് കൂടി സഹായകമായ ചില ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹ്ക്ക് ഉണ്ടായിക്കൂടെ എന്നുള്ളതല്ലേ നമ്മളെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ചോദ്യം. തീർച്ചയായിട്ടും നമുക്ക് അത് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ നടപടികൾ ചെയ്യാം. അള്ളാഹു ഓരോ സംഗതി നിർവഹിക്കുന്നതിനും അവന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഫലസ്തീനിലെ ആളുകള് പ്രതിസന്ധി നേരിടുമ്പോ അവർക്ക് ഉടനെ ആകാശത്തു നിന്ന് അള്ളാഹു മന്നായും സെൽവായും ഇറക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഖത്തറിലെയും സൗദി അറേബ്യയിലെയും ഒമാനിലെയും UAE-യിലെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വേറെ മുസ്ലിങ്ങളുടെയൊക്കെ അവരെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് പരീക്ഷിക്കപ്പെടുന്നതിന് എവിടെയാണ് അവസരം ഉണ്ടാവുന്നത്? അങ്ങനെ ആലോചിക്കുന്നത് തന്നെ അസ്ഥാനത്താണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിന്റെ ഇടപെടല് പ്രതീക്ഷിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഒക്കെ തന്നെ. അള്ളാഹു അല്ലാതെയും ചെയ്തെന്ന് വരും. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്, അള്ളാഹുവിന്റെ ഇറാദത്താണ്. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അവൻ ചെയ്യുക. അതിന് ന്യായമുണ്ടോ നീതി ഉണ്ടോ എന്നൊക്കെ നോക്കാം. അത് അവന്റെ ബാക്കി കാര്യങ്ങൾ കൂടി, ബാക്കി നടപടികൾ കൂടി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അത് 100% ന്യായവും നീതിയും ഉള്ളത് തന്നെ ആയിരുന്നു എന്നത് അവർക്ക് ബോധ്യപ്പെടും. ജീവിതമാണ് ഈ ഭൗതിക ലോകത്തെ നിർണിതമായ കാലയളവിലുള്ള ജീവിതമാണ് എല്ലാം എന്ന് സങ്കല്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി നീതിയുള്ളതായിട്ടൊന്നും തോന്നിയെന്ന് വരൂല. പക്ഷെ ഇത് അള്ളാഹു ഒരു ബല ആയിട്ട് മാത്രം, ഒരു പരീക്ഷണമായിട്ട് മാത്രം വെച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനോട് ചേർത്ത് ബാക്കി കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമം നടത്തും. അപ്പം കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം, അള്ളാഹു മരണാനന്തരം ആത്മാവ് മാത്രമായ മരണാനന്തര ജീവികളുടെ കഴുത്തുകൾ ചങ്ങലയിട്ട് കൂട്ടിക്കെട്ടുക എന്ന പ്രസ്താവനയൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ പേടിപ്പിച്ച് മതത്തിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം മാത്രമല്ലേ എന്നതാണ് ചോദ്യം. അള്ളാഹു രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു മരിച്ചവരെ മരണാനന്തരം കേവലം ആത്മാക്കളായിട്ടാണ് പുനർജീവിപ്പിക്കുക എന്നതല്ല ഖുർആൻ പറയുന്ന കാര്യം. ശരീരമുള്ള, വേദന അറിയുന്ന, സന്തോഷം അറിയുന്ന, അതുപോലെ ശരീരത്തിന്റെ ആനന്ദവും അതുപോലെ തന്നെ ശരീരത്തിന് ഏൽക്കുന്ന വേദനയും ദണ്ഡനവും ഒക്കെ അറിയുന്ന വിധത്തിലുള്ള ശരീരമുള്ള അവസ്ഥയിൽ തന്നെയാണ് പുനർജീവിപ്പിക്കുക എന്നത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മരണാനന്തരം ആത്മാവുകളുടെ കഴുത്തുകൾ ചങ്ങല കൊണ്ട് കൂട്ടിക്കെട്ടുക എന്നുള്ള ഒരു വിഷയം വരുന്നില്ല. പിന്നെ ചങ്ങലകളാൽ ബന്ധിക്കുക എന്നുള്ളത് അള്ളാഹു എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നതൊക്കെ നമുക്ക് ആലോചിക്കാം. ശരീരമുള്ള ആളുകൾക്ക് തന്നെ
ഈ പറയുന്ന വിധത്തില് നമ്മള് ഇരുമ്പിന്റെ ചങ്ങല കഴുത്തിൽ ഇട്ടുകൊണ്ട് വലിക്കുന്ന അല്ലെങ്കിൽ കെട്ടിയിടുന്ന ഒരു രീതിയൊന്നും ആയിക്കൊള്ളുന്നില്ല. നമുക്ക് ആ അനുഭവം ഉണ്ടായാൽ മതിയല്ലോ. അതിന് സമാനമായ അനുഭവം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടികൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒരു ആയത്തിന്റെ സൂചനയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ആത്മാക്കളുടെ കഴുത്തുകളാണ് കൂട്ടിക്കെട്ടുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വസ്തുതാപരമല്ല. അത് പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരണം അർഹിക്കുന്നുമില്ല. പിന്നെ ഇത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ പേടിപ്പിച്ച് മതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മാത്രമല്ലേ എന്നത് എന്താ ചെയ്യുക? അള്ളാന്റെ ശ്രമങ്ങളൊന്നും വിജയിക്കണില്ല. അല്ലെങ്കിൽ ഈ അതിസമർത്ഥന്മാരായ ഈ ചോദ്യം ഉന്നയിച്ച ആളുകളെ പോലുള്ളവർക്കൊന്നും അത് അങ്ങ് എത്തുന്നില്ലല്ലോ. പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇവരാരെങ്കിലും മതത്തിലേക്ക് വരുന്നുണ്ടോ? എന്താ ചെയ്യുക? അള്ളാന്റെ ശ്രമങ്ങൾ അങ്ങനെയുള്ള പേടിപ്പിച്ച ആളുകളെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സംഗതി പ്രയോഗത്തിൽ ഫലപ്രദമാവണില്ല എന്നുള്ളതാണല്ലോ ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിന് വെളിയിൽ നിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചന. പക്ഷെ ചില പേടിപ്പിക്കലൊക്കെ അള്ളാഹു നടത്തുന്നുണ്ട്. അത് പേടി ആവശ്യമുള്ള കാര്യം തന്നെയാണ്, ആവശ്യമുള്ളതാണ്. അത് സത്യമായി പുലരുമ്പോ അത് പേടിക്കാതിരുന്നതിന്റെ പേരിൽ ഇപ്പോ പേടി തോന്നാത്ത ആളുകൾക്ക് അന്ന് റിഗ്രറ്റ് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില കാര്യങ്ങൾ മനുഷ്യന്റെ വികാരത്തിൽ പെട്ടതാണ് പേടി, അതുപോലെ പ്രേരണ ഉണ്ടാവുക, ഒരു സംഗതിയിൽ പ്രലോഭിതനാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അള്ളാഹു ഇത് രണ്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. ഭയപ്പെടുത്തലും ഉണ്ട്, അതുപോലെ തന്നെ പ്രലോഭിപ്പിക്കലും ഉണ്ട്. ചില സംഗതികളിലേക്ക് അവന് വലിയ മോട്ടിവേഷൻ ആയിക്കൊണ്ട് ചില ഓഫറുകളൊക്കെ നൽകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഭയപ്പെടുത്തലും ഉണ്ട്. ഇത് മനുഷ്യന്റെ സ്വാഭാവികമായി പടച്ചമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള പ്രകൃതത്തിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസിനെ പോസിറ്റീവായ രീതിയിൽ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നതൊരു വസ്തുതയാണ്. അതിനെന്താ വേണ്ടത്? അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ചില പേടിയൊക്കെ എല്ലാവർക്കും നല്ലതല്ലേ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. മറ്റൊന്ന്, വേറൊരു ചോദ്യം, അള്ളാഹു ഓഫർ ചെയ്യുന്ന പ്രതിഫലങ്ങളിൽ ഭൂരിപക്ഷവും ഭൗതിക ജീവിതത്തിൽ മാത്രം ഉപയോഗത്തിൽ വരുന്നവയാണ്, ലൗകികമായവയാണ്. ശിക്ഷയും അതുതന്നെ. മരണശേഷം ശരീരം ജീർണിച്ചു പോയ അവസ്ഥയിൽ ഇതിനൊക്കെ എന്ത് യുക്തിയാണുള്ളത് എന്നാണ്. ജീർണിച്ചു പോയ ശരീരത്തെ പുനർജീവിപ്പിക്കും എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മരിച്ച് മൃതപ്രായമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് അള്ളാഹു മഴ പെയ്ച്ചുകൊണ്ട് അവിടെ ജീവൻ കിളിർത്തു വരുന്ന ഒരു കാഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇതുപോലെയാണ് നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്നതാണ്. പുനരുത്ഥാനം എന്നത് ശരീരത്തോടു കൂടി മരിച്ചുപോയ മുഴുവൻ ആളുകളും രംഗത്ത് വരിക എന്നത് അള്ളാഹുവിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ കരുതുന്ന പോലെ അങ്ങനെ ഒരു പുനരുത്ഥാനം ഉണ്ടാവുകയില്ല എന്ന ഉപബോധ മനസ്സിലെ നിങ്ങളുടെ അരക്കിട്ടുറപ്പിച്ച ധാരണ ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തില് നിങ്ങളുടെ മുന്നില് വിശ്വാസമാർഗം ഉൾക്കൊള്ളുന്നതിന് വലിയ തടസ്സമായിട്ട് ഉണ്ടാവുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലാത്തതിനേക്കാളേറെ മരണശേഷം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന, രക്ഷയും ശിക്ഷയും നൽകപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമാവാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തില് അതുണ്ടാവില്ലേ, അതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും ഗൗരവത്തിൽ കാണാതിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ശരീരം ജീർണിച്ചു പോയത് തീർച്ചയായിട്ടും അതിന്റെ ഒരു തരിമ്പ് പോലും, ഒരു കോശത്തിന്റെ ഒരു അംശം പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മതിയായതാണ്, അല്ലെങ്കിൽ അതുപോലും ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാകുന്നതോടുകൂടി പ്രപഞ്ച സാകല്യത്തിൽ എവിടെയാണ് മനുഷ്യന്റെ എന്തെങ്കിലും വിധത്തിലുള്ള അവശിഷ്ടം കിടക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്ന് വീണ്ടും ആ ആളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമേ വേണ്ടതുള്ളൂ. ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അത് സംഭവിച്ചിട്ടുണ്ടാവും. അതിന് സമയം പോലും എടുക്കൂല. ക്വിക്കായിട്ട് റെസ്പോൺസ് ഉണ്ടാകുന്ന വിധത്തിൽ അത് സംഭവിക്കും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്ത് നിങ്ങളുടേതായ തീരുമാനത്തിലേക്ക് എത്തിക്കോളൂ. ഭൂമിയിലെ മറ്റൊരു ചോദ്യം, ഭൗതിക ജീവിതത്തിൽ ആശകൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത
ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യാൻ മാത്രമല്ലേ ഈ പ്രതിഫലങ്ങളും ശിക്ഷകളും സംബന്ധിച്ച ആയത്തുകൾ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഭൂമിയില് ആശകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന ആളുകളാണല്ലോ ബഹുഭൂരിപക്ഷ ആളുകള്. അവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കിടക്കട്ടെ എന്ന്. ജീവിതം ഒരു ആനന്ദം, എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ പ്രതീക്ഷയിൽ അങ്ങ് മരിച്ചു പോയിക്കൂടെ. അപ്പൊ ഇതൊക്കെ വേണോ വേണ്ട എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം നിങ്ങള് അള്ളാഹു എന്നൊരു അസ്തിത്വം ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്വപ്നം കാണുന്നതിൽ എന്നെക്കാൾ മുന്നിൽ നിങ്ങളായിരിക്കും. അള്ളാഹു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, പുനരുത്ഥാനം എന്നത് സാധ്യമാണ് എന്നതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാല് ഇങ്ങനെ ഭൂമുഖത്ത് സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയ സ്വപ്നങ്ങളുടെ കാര്യത്തില് ആ വലിയ ആനന്ദത്തോടു കൂടി ആ സ്വപ്നങ്ങള് മനസ്സിൽ നെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മുന്നണിയില് നിങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഞാനും വേറുള്ളവരൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ മുന്നിൽ ഒരു പക്ഷെ നിങ്ങളായിരിക്കും അത്തരം സ്വപ്നങ്ങളുമായിട്ട് അള്ളാഹുവിനൊക്കെ കൂടി കാണാനും അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചക്കും അവന്റെ പ്രവാചകനുമായിട്ട് സന്ധിക്കാനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ള സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങുക നിങ്ങളായിരിക്കും അതിൽ മുന്നിലുണ്ടാവുക. അപ്പൊ ആദ്യം നിങ്ങള് യുക്തിയുടെ തലത്തില് അള്ളാഹു അനിവാര്യമാണോ അല്ലേ എന്നത് തീരുമാനമെടുക്കും. മറ്റൊന്ന്, പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ഒരു ദൈവം ആരാധനയ്ക്ക് വേണ്ടി ഇത്രയും ആർത്തിയോടെ നിലകൊള്ളുമോ? ഇതൊക്കെ ദൈവികമായ ഒരു ആഗ്രഹമാണോ അതോ വെറും മനുഷ്യ മനസ്സിന്റെ വൈകൃതമാണോ എന്നതാണ് ചോദ്യം. ആരാധനയ്ക്ക് വേണ്ടി ആർത്തിയോടുകൂടി അതിനു വേണ്ടി കൊതിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു അമേരിക്കൻ കവിയുണ്ട്, ഇ എം ഫോസ്റ്റർ അല്ല, അദ്ദേഹത്തിന്റെ പേരിന്റെ മനസ്സിൽ നിന്ന് അങ്ങ് നീങ്ങിപ്പോവാണ്. ഞാൻ പേര് ഓർമ്മയിൽ വരുമ്പോ പറയാം. എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഒരു കാലത്ത് കവിയായി പ്രസിദ്ധനാവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ പ്രസിദ്ധനായി, ഈ ലോകത്ത് അറിയപ്പെടുന്ന കവിയായി പല സർവകലാശാലകളിലും പ്രഭാഷണമൊക്കെ നടത്താൻ വേണ്ടി എല്ലാവരും വിളിക്കുന്നൊക്കെ അതിനു വേണ്ടി ഒരു സെലിബ്രിറ്റി ആയിട്ട് എല്ലായിടത്തേക്കും വിളിച്ചു കൊണ്ടുപോകുന്നൊക്കെ ഒരു അവസ്ഥ എത്തിയപ്പോ അദ്ദേഹം പറയുന്നൊരു വാചകം, ഐ എം ഓവർ ടയേർഡ് ഓഫ് ദ ഹാർവെസ്റ്റ് ഐ വിഷ്ഡ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. എന്തായാലും ആ വരികളും ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ട്. അതിന്റെ ആശയം ഇതാണ്, ഞാൻ ആഗ്രഹിച്ച, അദ്ദേഹം ഒരു കർഷകനായി സങ്കല്പിച്ചുകൊണ്ട് ആപ്പിൾ കൃഷി നടത്തി അതില് വളരെ കൂടുതൽ ഫലം ഉണ്ടായി. അങ്ങനെ ആപ്പിൾ ഹാർവെസ്റ്റ് നടത്തുന്ന അതിന്റെ വിളവെടുപ്പ് നടത്തുന്നതില് വ്യാപൃതനായിട്ട് ആകെ ക്ഷീണിച്ച അവശനായ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ കൊതിച്ച ഒരു വിളവെടുപ്പ് ഉണ്ടായി, ഞാൻ ആകെ തളർന്നു പോയല്ലോ എന്ന്. മനുഷ്യന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. മനുഷ്യന് പ്രസിദ്ധി, അതുപോലെ അംഗീകാരം, ജനങ്ങൾക്കിടയിൽ സെലിബ്രിറ്റി ആകാനുള്ള ആഗ്രഹം, ഇതൊക്കെ ഒരളവിലുണ്ടാവും. പക്ഷെ ഒരളവിനപ്പുറത്തേക്കായാല് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലും പെടും. എനിക്കറിയുന്ന ഒരു മിനി സ്ക്രീൻ ആക്ടർ, അയാളുടെ നടന വൈഭവം കാരണമായിട്ട് മലയാളികളുള്ള ഭൂമിയുടെ ഏത് ദിക്കിലും അയാള് വളരെ ഫെമിലിയർ ആണ്, എല്ലാവർക്കും അറിയുന്ന ആളാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാല് കടയിൽ പോയൊരു തീപ്പെട്ടി വാങ്ങാൻ പോലും കഴിയാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥ. അതിന് മാത്രമുള്ള സാമ്പത്തികമായ നേട്ടമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അയാൾക്ക് മുന്നേയും പിന്നെയും നടക്കാൻ ആളും ഉണ്ടാവും, വലിയ വാഹനം കാര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പ്രസിദ്ധിയും ആരാധനയും ഒക്കെ അങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞാല് ഒരു നോർമൽ ലൈഫ് സാധിക്കാത്ത വല്ലാത്തൊരു ദുരന്തം അത്തരം ആളുകൾ നേരിടും. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ അവരോടാണ് നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ തുലനം ചെയ്യുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രപഞ്ച സൃഷ്ടാവ് ആരാണ്, അവന്റെ പ്രസക്തി എന്താണ് എന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മനുഷ്യന്റെ വളരെ ചിന്തയായിട്ടുള്ള ചില ഭാവങ്ങളാണ്. അത് തന്നെ വിളവെടുപ്പ് അധികമായാലും ക്ഷീണിച്ച് തളർന്നു വീഴും എന്ന പോലെ പ്രസിദ്ധി ഒരു ലേശം അധികമായി കഴിഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ കഷ്ടപ്പെടും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരിടത്ത് റൂം എടുക്കാൻ കഴിയില്ല, താമസിക്കാൻ കഴിയില്ല. അവിടെ ചെല്ലുമ്പോഴത്തേന് ആളുകൾ സെൽഫി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങളെ ചുറ്റുകൊണ്ട് കൂടും. ഒരു ഒന്ന് പുറത്തിറങ്ങിയ ഒരു
കാലിച്ചായ കുടിച്ചു വരാന്ന് വിചാരിച്ചാല് അത് കഴിയില്ല. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങളാണ് അങ്ങനെ ആരാധിക്കപ്പെടുന്നവർ അനുഭവിക്കുന്നത്. അതൊന്ന് അവരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും പടച്ചതമ്പുരാനെ അങ്ങനെ കൊതിക്കുന്ന വളരെ നിസ്സാരനായ ഒരുത്തനാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അത് നിങ്ങളുടെ ഒരു മനോവൈകൃതമായിട്ടാണ് ഞാൻ കാണുന്നത്. അള്ളാഹു എന്ന ഔന്നത്യം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ഔന്നത്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. മറ്റൊന്ന്, ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം, വിവിധ ദൈവങ്ങളെ പൂജിക്കുന്നത് എങ്ങനെ തെറ്റാകും? എന്താണ്, മാരക രോഗത്തിൽ നിന്നും ചികിത്സ ചെയ്ത് രക്ഷിക്കുന്ന ഡോക്ടർക്ക് മനുഷ്യർ പ്രതിഫലം നൽകുകയും നന്ദിയും ബഹുമാനവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാര്യങ്ങളും തെറ്റാകുമോ എന്നാണ്. അതിൽ രണ്ടാമത് ചോദിച്ച കാര്യം ഞാൻ ആദ്യം പറയാം. മനുഷ്യര് പല സേവനങ്ങളും ചെയ്യുന്നുണ്ട്. മാരക രോഗം ചികിത്സിച്ച് മാറ്റുന്ന ഡോക്ടർ മാത്രമല്ല, നമ്മളെ ചുറ്റുവട്ടത്തൊരു ഒരു വാഴക്കന്ന് അടർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി വെച്ച് ഒരു ലേശം മണ്ണിട്ട് കൊടുക്കുന്ന കർഷകൻ പോലും നമുക്ക് ഒരുപാട് വലിയ സേവനമാണ് ചെയ്യുന്നത്. അതിന്റെ ഫലം ഉണ്ടാകുമ്പോഴാണ് നമുക്കത് പ്രയോജനപ്പെടുന്നത്. ഇതുപോലെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നൂറ് സേവന മേഖലകളുണ്ട്. അതിലൊക്കെ പ്രവർത്തനത്തിൽ നിരതരായിരിക്കുന്ന ആളുകളൊക്കെയും തന്നെ നമ്മുടെ നന്ദിയും കൃതജ്ഞതയും ഒക്കെ അർഹിക്കുന്നവരാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കുന്നത് മല്ലം യശ്കുരിന്നാസ മാ ശക്കറല്ലാ എന്നാണ്. ആളുകളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് അവരോട് നന്ദിയുള്ള ഒരു മനസ്സും കൃതജ്ഞതയുള്ള ഒരു നിലപാടും ഒക്കെ കാണിക്കുക എന്നത് തന്നെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അതില്ലാതെ ജനങ്ങളോട് മുഖം തിരിച്ചു കളയുക, അവര് ചെയ്ത സേവനം വിലമതിക്കാതിരിക്കുക, എനിക്കെല്ലാം അള്ളാഹു തരും എന്നത് ശരി തന്നെയാണ്. പക്ഷെ അതിന് ചിലരെ അള്ളാഹു കണ്ണികളും മാധ്യമങ്ങളും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പോ ഉമ്മ, ഉപ്പ, അതുപോലെ സഹോദരന്മാര്, സഹോദരിമാര്, അയൽവാസികള്, നമ്മുടെ സേവനത്തിന് വേണ്ടി രംഗത്ത് വരുന്ന വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ നമുക്ക് വേണ്ടി പലതും ചെയ്തു തരുന്നതിന് അവരോട് കൃതജ്ഞത കാണിക്കുക എന്ന് പറയുന്നത് ജസാക്കല്ലാ ഖൈർ അല്ലെങ്കിൽ ജസാക്കില്ലാ ഖൈർ, താങ്കൾക്ക് അല്ലാഹു വർദ്ധിച്ച പ്രതിഫലം ഇതിന് പകരമായിട്ട് തരട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും നന്ദികേടിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരാളിൽ നിന്നും എന്തെങ്കിലും സേവനം ചെയ്യുന്ന ഒരാളോട് ഉണ്ടാവാൻ പാടില്ല. അത് ഇസ്ലാമിക സംസ്കാരത്തിനെ നിരക്കുന്ന ഒരു സംഗതിയല്ല. അതും അള്ളാഹുവിന്റെ ഏകത്വവുമായിട്ട് യാതൊരു ക്ലാഷും ഇല്ല യഥാർത്ഥത്തിൽ. കാരണം ഇവരൊക്കെയും തന്നെ ഈ സേവനങ്ങൾ ചെയ്തു തരുന്നവരായത് അങ്ങനെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തതുകൊണ്ടും അതിനുള്ള കഴിവും സാധ്യതയും അവർക്ക് നൽകിയത് കൊണ്ടുമാണ്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് കൃതജ്ഞത ഏറ്റവും ഏറെ അർഹിക്കുന്നത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു അവന്റെ തൗഫീഖ്, അവന് ഒരു സംഗതി വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ മറ്റുള്ളവർക്ക് സാഹചര്യം തുറന്നു കൊടുത്തുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതിനെ വിവിധ ദൈവങ്ങളെ പൂജിക്കുന്നതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ഒരു കടന്നുകൈയാണ്, അതിക്രമമാണ്. ഒന്ന്, ഈ ആളുകൾ നിങ്ങൾക്ക് ചില സേവനങ്ങൾ ചെയ്തു തന്നതിന്റെ പേരിലാണ് അവരോട് നന്ദി കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിലപാടിന്റെ പേരിൽ, അവരുടെ സ്നേഹത്തിന്റെ പേരിൽ, അവർ കാണിച്ച കൃപയുടെ പേരിലൊക്കെയാണ്. എന്നാൽ ഈ വ്യാജ ദൈവങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ അവരെ ആരാധിക്കാൻ വേണ്ടി മുതിരുന്നത്? അവരറിയുന്നു പോലുമില്ല നിങ്ങൾ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഗ്രഹം ദൈവമാണ് എന്നത് അവരറിയുന്നില്ല, നിങ്ങളെ അറിയുന്നുള്ളൂ. നിങ്ങളാണത് സങ്കല്പിക്കുന്നത് ദൈവമാണ് എന്നുള്ളത്, എന്നിട്ട് അതിനെ പൂജിക്കുന്നുണ്ട്. എന്നിട്ട് അവര് നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത പല വിഗ്രഹങ്ങളെയുമാണ്, വ്യാജ ദൈവങ്ങളെയുമാണ് ആളുകൾ പൂജിക്കുന്നത്. പിന്നെ ഒരു പരിധിക്കപ്പുറത്ത് ദൈവികമായ ഒരു നടപടി ചെയ്യാൻ കഴിയാത്ത ആൾ ദൈവങ്ങളായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ ആയിട്ടോ നിലകൊള്ളുന്നവരുണ്ടല്ലോ. അവര് ദൈവം ചെയ്തു തരുന്ന പോലെയാണ് എന്ന വിധത്തില് ഇപ്പം നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെയുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് കൺകാണ ദൈവമാണ് എന്ന് പറയുന്ന ഒരു ശീലം. അത് ഏറ്റവും വലിയ അക്രമമാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഒരു മനുഷ്യനോട്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു
വളരെ പാവപ്പെട്ട മനുഷ്യരെ സഹായിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ, അച്ചായനോ അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. അയാൾ പലരെയും സഹായിക്കാൻ വേണ്ടി അവരുടെ അവസ്ഥകളിലേക്കൊക്കെ കടന്നു ചെന്ന് അവർക്ക് സഹായമൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അവരോട് ഇതിന്റെ ഗുണം കിട്ടുന്ന ആളുകള് പറയുന്നത് നിങ്ങളാണ് ഞങ്ങളെ ദൈവം എന്നാണ് അയാളോട് പറയുന്നത്. നിങ്ങള് ഞങ്ങളുടെ കാണപ്പെടുന്ന ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ലേ, മനുഷ്യന്റേതായ പല ചാപല്യങ്ങളും അയാൾക്കുണ്ടാകും. അയാൾക്ക് ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് പടച്ചതമ്പുരാൻ അതിനുള്ള സൗകര്യം അയാൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് മാത്രമാണ്. അയാൾ ദാരിദ്ര്യത്തിലോ കഷ്ടപ്പാടിലോ പ്രതിസന്ധിയിലോ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അപ്പോ ദൈവത്തിനോട് കാണിക്കേണ്ട നിലപാടും അല്ലെങ്കിൽ ആരാധനയും ഒന്നും തന്നെ മനുഷ്യരോട് അല്ലെങ്കിൽ വ്യാജ ദൈവങ്ങളോട് വിഗ്രഹങ്ങളോട് ഒന്നും കാണിക്കാൻ പാടില്ല എന്നതാണ് ഖുർആൻ പറയുന്ന കാര്യം. അതിലെന്താണ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തത്? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ജിന്നിനെ ആരാധിച്ചിരുന്നവരിൽ പെട്ടവരാണോ കേരളത്തിലെ ജിന്ന് മുജാഹിദുകൾ എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം എനിക്ക് അറിയില്ല എന്നതാണ്. ഞാൻ ജിന്നുകളെ ഈ കൂട്ടർ ആരാധിക്കുന്നതായിട്ട് അറിയില്ല. ഇങ്ങനെ ഒരു കൂട്ടർ തന്നെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അറിയില്ല. ഈ ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ സംവാദങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആ പിളർപ്പിന്റെ ഒക്കെ ഘട്ടത്തില് ഇവിടെ വല്ലാതെ കൊഴുത്ത് വരുന്നുണ്ടായിരുന്നു. അത് വലിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ആയതായിട്ട് അറിയും. അത്രേ എനിക്ക് അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ അറിയില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ വിഷയം ഒന്ന് പഠിച്ചു നോക്കൂ. മറ്റൊന്ന്, അള്ളാഹു ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും മുസ്ലിങ്ങൾ ഖബറാരാധനകൾ വ്യാപകമായി നടത്തുന്നു, മുഹമ്മദ് നബിയുടെ മുടി വളരുന്നു എന്ന അവകാശവാദം വരുന്നു, ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം. അള്ളാഹു ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും മുസ്ലിങ്ങൾ ചെയ്യുന്ന മാത്രമല്ല വിഷയം. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദീൻ ഇറങ്ങിയിട്ടില്ല, മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യം ഉന്നയിച്ച ആളും അങ്ങനെ തന്നെയാണ്. അള്ളാഹിന്റെ ശ്രമത്തിന്റെ അള്ളാഹു ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും തൗഹീദിന്റെ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ദർശനം ഉൾക്കൊള്ളാതെ വെളിയിൽ നിൽക്കുന്ന വിധത്തിലാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് മുസ്ലിം പേരുള്ള പലരിലും ഈ പ്രവണത ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്താ ചെയ്യാ, മനുഷ്യര് എന്നുള്ള നിലക്ക് അവര് പിഴവ് സംഭവിച്ചു പോകുന്നുണ്ട്, തെറ്റിലേക്ക് നീങ്ങുന്നുണ്ട്, അങ്ങനെയുള്ള അവരെ വഴിപഴപ്പിക്കുന്ന ആളുകളും ഉണ്ട്. ഇതൊക്കെ ഒരു വസ്തുതയാണ്. അതിപ്പം അകത്തായാലും പുറത്തായാലും ഒക്കെ ഒരുപോലെയാണ്. മുസ്ലിം സമുദായത്തിന് അകത്തേക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ടതല്ല ഇസ്ലാമും ഖുർആനും. ബഹുഭൂരിപക്ഷം അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് മനുഷ്യരാശിയുടെ മുഴുവൻ ആവശ്യത്തിനും വേണ്ടിയാണ് ഈ മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ പരിധിയിൽ ചോദ്യം ഉന്നയിച്ച ആളും ഉൾപ്പെടും. അതാണ് എനിക്ക് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് അള്ളാഹു ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നതല്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാവരെയും അവനിച്ഛിക്കുന്ന പോലെ ആക്കാൻ സാധിക്കും. അങ്ങനെ ഒരൊറ്റ കൽപ്പന കൊടുക്കേ വേണ്ടുള്ളൂ, അതുപോലെ സംഭവിക്കും. പക്ഷെ മനുഷ്യര് സ്വമേധയാ അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് വരണം എന്നതാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന് അള്ളാഹു ഒരു പാരിതോഷികവും നൽകുന്നുണ്ട്, ശിക്ഷയും നൽകുന്നുണ്ട്. സ്വമേധയാ ആളുകൾ തീരുമാനം എടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന്. അപ്പോ അത് സംബന്ധമായിട്ട് വ്യക്തമായിരിക്കുമല്ലോ. അപ്പോ വ്യാപകമായി മുസ്ലിങ്ങൾ ഖബറാരാധന നടത്തുന്നു എന്ന് പറയുന്ന ഖബർ ആരാധിക്കുന്നവരൊന്നും മുസ്ലിങ്ങളുടെ ഇടയിലില്ല. യഥാർത്ഥത്തില് വഴിവിട്ട ചില നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഖബറിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില എന്താ തിന്മകളിലേക്ക് അല്ലെങ്കിൽ തെറ്റായ നടപടികളിലേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ മുസ്ലിം സമൂഹത്തിൽ പലയിടത്തും ഉണ്ട്. അത് അവര് ശീലിച്ച പല ഏത് പശ്ചാത്തലത്തിൽ നിന്നാണോ അവര് വന്നിട്ടുള്ള ഇസ്ലാമിലുള്ളത് അങ്ങനെയൊക്കെ അതിനൊക്കെ ആശ്രയിച്ചു കൊണ്ടുള്ള വ്യതിചലനങ്ങൾ അവർക്കിടയിൽ വ്യാപകമായിട്ടുണ്ടായി എന്ന് വരും. പലരും ഖബർ സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ഖബർ സന്ദർശിക്കുന്നത് അങ്ങനെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, മരിച്ചു കിടക്കുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല. ഒന്ന്, നമുക്ക് മരണബോധം വർദ്ധിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തത്, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പോ വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. പിന്നെ മുടി വളരുന്നു എന്ന് പറയുന്ന സംഗതി, മുഹമ്മദ് നബിയുടെ മുടി വളരുന്നു എന്നത് ആരാണത് മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്? ഇങ്ങനത്തെ പല വ്യാജന്മാരും രംഗത്ത് വരും. അത് ലോകത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
കാരണം ഇത് ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ നമുക്കറിയാലോ, മൂസ അലൈഹി ഇസ്ലാം അവരെ അള്ളാഹുവിന്റെ മാർഗദർശനവും അതുപോലെ നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി തൂർ സൈന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരു സംഘത്തെയും കൊണ്ട് പോയ ഘട്ടത്തില് അവരുടെ മരുഭൂമിയിലായിരുന്ന കാലത്ത്, സിനായ് മരുഭൂമിയിലായിരുന്ന കാലത്ത് നബി നടന്നുപോയ, മൂസ അലൈഹി ഇസ്ലാം നടന്നുപോയ വഴിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് പല വിക്രിയകളും കാണിച്ച് ജനങ്ങളെ വഴിപഴിപ്പിച്ച ആളുകളൊക്കെ ഇല്ലേ, ഖുർആനെ പരാമർശിക്കുന്നുണ്ടല്ലോ. അതുപോലെയൊക്കെയുള്ള പല പണികളും ഒപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ടാവും. അപ്പൊ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1500 കൊല്ലമായിട്ട് വളർന്നിട്ട് ലോകം മുഴുവനും ചുറ്റാനുള്ള വലിപ്പമായിട്ടുണ്ടാവണം അത്. യഥാർത്ഥത്തിൽ അങ്ങനെ വളരുന്നുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു ആയാലും. എന്തായാലും ഈ വക അബദ്ധങ്ങൾ, ഇങ്ങനെ മുടി പോയി അതിനൊരു പുണ്യവസ്തുവായി കണ്ടുകൊണ്ട് അവിടെ പോയി ബർക്കത്ത് നേടാനോ അതുപോലെയുള്ള സംഗതികളൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. ഖുർആനോ അല്ലെങ്കിൽ സുന്നത്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. അത് ചില എളുപ്പത്തില് കാശുണ്ടാക്കാന്, എളുപ്പത്തില് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാന് വലിയ വലിയ സ്ഥാപനങ്ങളും അതുപോലെയുള്ള സംഗതികളൊക്കെ അതിനുവേണ്ടി ഫണ്ട് പിരിക്കുമ്പോൾ ആളുകൾക്ക് ബർക്കത്ത് കിട്ടുന്ന ഒരു സംഗതിയാണെന്ന് പറഞ്ഞാൽ അവര് പണം കൊണ്ടൊന്ന് ചൊരിയും. അതിന് പകരം അള്ളാന്റെ തൃപ്തി നേടുന്നതിന് വേണ്ടി നിങ്ങൾ പണം ചെലവഴിക്കണം ദീനിന്റെ മാർഗത്തില് ഇത്തരം പ്രയത്നങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന് അവര് വിമുഖത കാണിക്കും. നല്ല ആത്മാർത്ഥതയുള്ള ആളുകൾ ഒഴികെ അതിന് പണം കൊടുക്കാനും വരില്ല. അപ്പൊ ഇത് ഈ മനഃശാസ്ത്രപരമായ ഒരു ചൂഷണാണ്, അതില് യാതൊരു സംശയവുമില്ല. അപ്പോ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശിർക്കാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ബദരീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബദരീങ്ങളെ ഒരു പ്രചോദനമായിട്ട് കാണാം, ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും തന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല, തെറ്റാണത്, ശിർക്കാണ്. മറ്റൊന്ന്, അള്ളാഹു ഏകദൈവമെങ്കിൽ സർവശക്തനെങ്കിൽ ഇത്രയൊന്നും താണുകേണ് പറയേണ്ട കാര്യമില്ല. താണുകേണ് പറയുന്നില്ല, അത് നിങ്ങളുടെ ഒരു എന്താണ് വലുതാക്കി കാണിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ നിങ്ങൾ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തമായി എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും കാട്ടിയാൽ പോരെ എന്നാണ്. അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നല്ലോ. കാണിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാൽ തന്നെ എല്ലാ തലമുറയും വിശ്വസിക്കുമോ? ഓരോ ആൾക്കും മുന്നിൽ വന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഈ ചോദ്യം ഉന്നയിച്ച ആളുടെ മുന്നിൽ അള്ളാഹു അങ്ങ് പ്രത്യക്ഷപ്പെട്ടു, അയാൾക്ക് ബോധ്യായി. ശരി, അയാളുടെ മകന് വിശ്വസിക്കുകയോ? വിശ്വസിക്കണമെങ്കിൽ ദൈവം വീണ്ടും അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണ്ടേ? അങ്ങനെ ഒരു രീതി അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു കാര്യങ്ങളെ യുക്തിയോടും ബുദ്ധിയോടും മാറ്റുരച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അള്ളാഹു എന്നൊരു അസ്തിത്വം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരു രീതി സ്വീകരിക്കാനാണ് അള്ളാഹു നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആവശ്യമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് നിഷേധത്തിൽ തന്നെ തുടരാം, യാതൊരു കുഴപ്പമില്ല. മറ്റൊന്ന്, ദൈവം അനാദിയാകണമെങ്കിൽ ദൈവം പരിമിതിയില്ലാത്ത സത്വരൂപമായ അനന്തമായ ഭൗതികതയെ അതീതമാക്കിയ ഒരു ആത്മസത്ത ആയിരിക്കണം എന്നത് ഒരു ജീവിയും വസ്തുവും ദൈവമല്ല എന്നും ദൈവമാവുകയില്ല എന്നത് വ്യക്തവും യുക്തിയും മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നതുമാണ്. അത് സത്യവും തന്നെയാണ് എന്ന് അതൊരു നിരീക്ഷണമാണ്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്കൊന്നും അതിൽ പറയാനില്ല. മറ്റൊരു ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. സ്റ്റേറ്റ് വിളവെടുപ്പ് ഉത്സവം എന്ന് പ്രഖ്യാപിച്ചാൽ അതിലെ മിത്ത് പ്രസക്തമല്ലാതെ വരികയും അതിൽ മുസ്ലിം സമൂഹം വിശ്വാസമില്ലാതെ തന്നെ അത് പൊതുസമൂഹത്തിന്റെ കൊടുക്കൽ വാങ്ങൽ കൂട്ടായ്മയിലൂടെ സ്നേഹം, സഹകരണം, സഹവർത്തിത്വം എന്നിവ വളർത്തി വെറുപ്പിനെയും വിദ്വേഷത്തെയും അകറ്റാൻ കഴിയുമെങ്കിൽ അത് പൊതുസമൂഹത്തിന് നല്ലതെങ്കിൽ എന്തിന് എതിർക്കപ്പെടണം? സമൂഹത്തിൽ മുസ്ലിം സമൂഹം ഒറ്റപ്പെടുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് മുസ്ലിം സമൂഹത്തിന് നല്ലതാണോ എന്നതാണ് ചോദ്യം. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ് ഇത് കാർഷിക ഉത്സവമായിട്ട്, വിളവെടുപ്പ് ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധത്തിൽ മനസ്സിലാക്കിയിട്ട് അതിലെന്നെ എല്ലാവരും കൂടിയ പോരെ, മുസ്ലിങ്ങൾക്കും അങ്ങനെ ചെയ്താൽ പോരെ എന്നാണ് ചോദ്യം. ഈ സ്റ്റേറ്റ് ആരാണ്? ഇപ്പൊ ഭരിക്കുന്നത് ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് പ്രാധാന്യമുള്ള ഒരു ഭരണകൂടാണ് കേരളത്തില്.
കേരളത്തിന്റെ ഉത്സവമാണല്ലോ ഓണം. അവര് ഓണത്തിനെ കുറിച്ച് ചില സംഗതികൾ പറയാറുണ്ട്. ഇപ്പൊ മലബാർ വിപ്ലവത്തെ കുറിച്ച് അവര് ചില നിലപാടുകളൊക്കെ പറയാറുണ്ട്. ഇതാണ് വസ്തുത എന്നത് ആരാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഇസ്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതല്ലാത്ത ഒരു നിലപാടും അംഗീകരിക്കുന്നില്ല. സ്റ്റേറ്റ് തീരുമാനിച്ചാലും തിരക്കിടില്ല, വേറെ ആര് തീരുമാനിച്ചാലും തിരക്കിടില്ല. ഓണം എന്താണ് എന്നത്, ഓണത്തിന്റെ ആഘോഷം എന്താണ്, വാമനനാണോ മഹാബലിയാണോ, ആരെയാണ് പൂവിട്ട് പൂജിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളില് വസ്തുതകള് പരിശോധിച്ചിട്ട് ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുവെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ആലോചിക്കാം. സ്റ്റേറ്റ് എന്നത് 4 ദിവസം DYFI ആയിട്ട് മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരുത്തിന് പിന്നീട് സ്റ്റേറ്റ് ആയി മാറുകയാണ് നമ്മളെ മുന്നിൽ, അല്ലേ? അവന് അതിനുള്ള വൈജ്ഞാനികമായ എന്ത് അടിത്തറയാണുള്ളത്? അങ്ങനെയൊന്നുമില്ല, ഒരു അടിത്തറയില്ല. മുദ്രാവാക്യം വിളിക്കാനും ഒച്ചപ്പാടുണ്ടാക്കാനും ആളെ കൂട്ടാനും കഴിയുന്ന കഴിവുള്ള ഒരാള് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അയാളെ അധികാരം കിട്ടുമ്പോൾ അയാളുടെ മനസ്സിലിരിപ്പ് അനുസരിച്ച് അയാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇസ്ലാമിന് ഒരു സംഗതി ശരിയോ തെറ്റോ ആകുന്നത് അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോ ഓണവും അതുപോലുള്ള സന്ദർഭങ്ങളിലും സ്നേഹവും സൗഹാർദ്ദവും സാമൂഹ്യമായ അടുപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയത്ത് ആഘോഷങ്ങളുടെ വസ്തുത മനസ്സിലാക്കാതെ അതിന്റെ ആളുകളായി, അത് നടപ്പിലാക്കുന്ന ആളുകളായി, അതിന്റെ മുന്നിൽ ഓടുന്ന ആളുകളായി മാറുന്ന ഒരു സംസ്കാരം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അന്യ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ആഘോഷങ്ങളിൽ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന്റെ പങ്കാളികളാകുന്ന നമുക്ക് പറ്റുന്ന ചില മേഖലകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഭക്ഷണം പോലെയുള്ള സംഗതികളില്, മത്സരങ്ങൾ പോലെയുള്ള സംഗതികൾ, ഇതിലൊക്കെ ഇപ്പൊ സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നതിന് പറയത്തക്ക തടസ്സമൊന്നും കണ്ടോളുന്നില്ല. അതേ സമയത്ത് ആ ആഘോഷത്തിന്റെ തന്നെ ഫിലോസഫി ഇസ്ലാമിന് വിരുദ്ധമായിരിക്കും. അതിന്റെ ദർശനം തന്നെ ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് ഇപ്പോ അവതാരങ്ങൾ ഉണ്ടാവുക, വർഷാവർഷം മരിച്ചുപോയ ഒരാള് നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി വരിക, ഇതൊക്കെ വളരെ ഫൂളിഷായ ആശയങ്ങളാണ്. ഇസ്ലാം ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ അടിത്തറ ഐതിഹ്യമായിട്ട് ഒരു കൂട്ടർ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതവർ ചെയ്തോട്ടെ, അതിന് നമുക്ക് എന്താ കുഴപ്പം? അത് അവരുടെ ഒരു രീതിയും കാര്യമൊക്കെ ആയിട്ടല്ലേ. അപ്പം സഹകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്നേഹം പങ്കിടാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുകയും നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്യുക. അവർക്കും കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ അത് നിർവഹിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിന് അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു തലത്തിൽ അതിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രേ അതിന്. അല്ലാതെ നമ്മുടെ വിശ്വാസവുമായിട്ട് ഇടയുന്ന വിഷയങ്ങളിൽ നമ്മളത് തലയിലേറ്റി നടക്കേണ്ട യാതൊരു കാര്യമില്ല. അത് സ്റ്റേറ്റ് തീരുമാനിച്ചാലും വേറെ ആര് തീരുമാനിച്ചാലും അത് പാലിക്കാൻ മുസ്ലിങ്ങൾക്ക് യാതൊരു ബാധ്യസ്ഥതയുമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. ഈ സൂറത്തിന്റെ പഠനം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം ഇതോടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.